2013 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസ വർഷത്തോടനുബന്ധിച്ച് വിശ്വാസ വെളിച്ചം എന്ന ഒരു അപ്പസ്തോലിക് പ്രബോധനം ഇറക്കുകയുണ്ടായി. വിശ്വസിക്കുന്നവൻ എല്ലാം വ്യക്തമായി കാണുന്നു എന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. മനോഹരമായ ഈ പ്രഭാതത്തിൽ നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടി പ്രഭാതത്തെ വരവേൽക്കുന്നത് നാം ജീവനോടെ ഇരിക്കുന്നു എന്ന തിരിച്ചറിവിലാണ്. ഇന്നലെ നമ്മോടൊപ്പം കിടന്നുറങ്ങിയ പലരും ഇന്ന് പ്രഭാതത്തിൽ കണ്ണു തുറന്നിട്ടില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഈ പ്രഭാതത്തിൽ നാം കണ്ണു തുറന്നു കാണുന്നു എന്നുള്ളത് തന്നെയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവന് എല്ലാം രക്ഷാകരമായി ഭവിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണത്. നമ്മുടെ ഈ കാഴ്ച ഓരോ പ്രഭാതത്തിലും ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളുടെ തുടർച്ചയിൽ ദൈവത്തെ സ്തുതിക്കുവാനും അവിടുത്തോടൊപ്പം സഞ്ചരിക്കുവാനും നമ്മൾ പ്രേരിപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ വീണ്ടും വീണ്ടും അവിടുത്തെ ത്യാഗപൂർണമായ ജീവിതത്തെ ഓർമ്മിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ആ സ്നേഹത്തിലേക്ക് ചേർത്ത് നിർത്തുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. കാവ്യാമൃതത്തിൻ്റെ ഈ ഒരു എപ്പിസോഡ്, ഇതിലെ മനോഹരമായ ഗാനങ്ങൾ, വിചിന്തനങ്ങൾ, അത് ക്രിസ്തു സ്നേഹത്തിലേക്ക് നമ്മെ അല്പം കൂടി ചേർത്ത് നിർത്തട്ടെ. കാവ്യാമൃതത്തിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രപഞ്ചം ദൈവത്തിൻ്റെ കരവേലയാണ്. പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളും ദൈവ തേജസ്സിൻ്റെ അനുരൂപങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ചെറിയ പുല്ലും ചെറിയ പൂവും കുഞ്ഞിക്കിളികളും അവയുടെ ഗാനാലാപവും എത്ര സുന്ദരമാണ് എന്ന് ഓരോ പ്രഭാതത്തിലും നമ്മൾ തിരിച്ചറിയുകയാണ്. ചെറുപ്പത്തിൽ കാക്കപ്പൂവിൻ്റെ പിറകെ ഞങ്ങൾ പോയിട്ടുണ്ട്. കാക്കപ്പൂവ് തപ്പി ചെറിയ ജലച്ചാർത്തുകളുടെ ഇടയിൽ വളരെ നീലയും വയലറ്റും കലർന്ന വർണ്ണാഭമായ കാക്കപ്പൂക്കൾ സുന്ദരമായിരുന്നു. ഞങ്ങളുടെ ബാല്യത്തിൽ ഈയൊരു ബോൾസം ശൈലിയിലുള്ള ചെടികൾ, അവയ്ക്കിടയിലെ കാക്കപ്പൂക്കൾ ഏറെ സുന്ദരമായ അനുഭവമാണ്. ഒരു പ്രഭാതത്തിലേക്ക് നമ്മൾ മിഴി തുറക്കുമ്പോൾ ആ പ്രഭാതം നമ്മുടെ മുമ്പിൽ എടുത്തു വയ്ക്കുന്നത് ഭൂപാള രാഗങ്ങളുടെ ഒരു മേളനം മാത്രമല്ല, കിളിക്കൊഞ്ചലും ഇളം കാറ്റും ഇളം വെയിലും. സുന്ദരമായ പ്രഭാതത്തിലേക്ക് നമ്മളെ വിളിച്ചുണർത്തുന്ന മനോഹരമായൊരു ഗാനം കേട്ടാലോ? പ്രപഞ്ചം എന്ന സംഗീതാൽബത്തിനു വേണ്ടി ശ്രീ പീറ്റർ ചേരാനല്ലൂർ ചിട്ടപ്പെടുത്തിയ മലയാളത്തിൻ്റെ മഹാഗായിക KS ചിത്രയിലൂടെ നമ്മൾ കേട്ട അതിമനോഹരമായ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നത് പ്രശസ്ത യുവഗായിക സെലിൻ.
കാവ്യാമൃതം. ബാബുരാജ് കോഴിക്കോടുകാരനാണ്, പി ഭാസ്കരൻ കൊടുങ്ങല്ലൂർക്കാരൻ. ഇവർ രണ്ടുപേരും മലയാള സിനിമയ്ക്ക് നൽകിയത് എന്താണ് എന്ന് ആരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. നല്ല ഗാനങ്ങൾക്ക് വേണ്ടി, ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഈണങ്ങൾക്ക് വേണ്ടി മലയാളി തിരയുന്നത് പതിറ്റാണ്ടുകൾ പിന്നിലേക്കാണ്. പലപ്പോഴും മലയാള സിനിമകളിലൂടെ ക്രൈസ്തവ ഗാനങ്ങൾക്ക് ഇവർ നൽകിയ സംഭാവനകളും വലുതാണ്. 1965 ഇറങ്ങിയ തങ്കക്കുടം എന്ന സിനിമയിൽ ഭാസ്കരൻ മാഷ് എഴുതി ബാബുരാജ് ഈണം പകർന്ന യേശുനായക എന്ന ഗാനം തന്നെ അതിന് ഉദാഹരണമാണ്. പി സുശീലയാണ് അന്ന് ഇത് പാടിയത്. ഒരു സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ഗാനമാണെങ്കിലും ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ഏറെ സുന്ദരമായി അവതരിപ്പിക്കുകയാണ് ഈ ഗാനം. യേശുനായക ദേവ ജീവദായക. പർദീസായിൽ തുടങ്ങി ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ ഉത്ഥാനത്തിലെത്തി നിൽക്കുന്ന 12 വരികൾ, അത് ക്രൈസ്തവ വിശ്വാസ മേഖലകളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ദൈവസ്നേഹത്തെ തൊട്ടറിയുവാനുള്ള അവസരമൊരുക്കി. മനോഹരമായ ഈ ഗാനം നമ്മൾ കേൾക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളിലൂടെ സഞ്ചരിക്കുവാനത് നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. യുവഗായിക സെലിനാണ് നമുക്ക് വേണ്ടി ഈ ഗാനം ആലപിക്കുന്നത്. ഈ ഗാനത്തിൻ്റെ ഈരടികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ക്രിസ്തു സ്നേഹത്തിൻ്റെ വിവിധ വശങ്ങൾ തിരിച്ചറിയുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. മനോഹരമായ ഈ ഗാനം നമുക്ക് കേൾക്കാം. യേശുനായക
കാവ്യാമൃതം. എത്ര പാപകരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും ഈശോയുടെ സ്നേഹത്തിൻ്റെ സ്പർശം ഒരിക്കൽ അനുഭവിച്ചാൽ വിശുദ്ധമാകുന്ന ജീവിതങ്ങളാണ് നമ്മുടേത്. പാഴ്ചെളി വെള്ളത്തെ പോലും മധുരതരമായ മുന്തിരിനീരാക്കി മാറ്റിയ യേശുവിൻ്റെ സ്പർശം ജീവിതത്തിലെ ഏതേത് അനുഭവങ്ങളിൽ നമുക്ക് തുണയാകാതിരിക്കില്ല. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വിചാരിച്ച് പാപബോധത്തിൻ്റെ തമോഗർത്തങ്ങളിൽ നിബദിച്ച് എഴുന്നേൽക്കുവാൻ പോലും വയ്യാതെ കിടക്കുന്ന ഒത്തിരിയേറെ സഹോദരങ്ങളുണ്ട്. ഒരു സ്പർശം മതി ഈ ജീവിതം ഒരു വസന്തകാലമാക്കി മാറ്റാൻ. ആ ഒരു മനസ്സ് ഈ ഗാനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഒന്ന് മനസ്സായാൽ നിനക്ക് മനസ്സുണ്ടോ എന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. ഒരിക്കൽ സുഖപ്പെടുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിൻ്റെ മനസ്സാണ് സുഖത്തിന് അടിസ്ഥാനമായി നിൽക്കുക. നിൻ്റെ തീരുമാനമാണത്. സുഖപ്പെടുക എന്നുള്ളത് നിൻ്റെ തീരുമാനമാണ്. ഈശോ കാത്തു നിൽക്കുകയാണ് നിന്നെ ഒന്ന് സ്പർശിക്കുവാൻ. കാവ്യാമൃതത്തിൻ്റെ ഈ എപ്പിസോഡ് ആസ്വദിച്ച നമുക്ക് ഈശോയുടെ സ്പർശമുണ്ടാവട്ടെ. ഈ ധ്യാനകാലത്ത് അവിടുത്തെ കുരിശിൻ്റെ വഴിയെ നടക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ തമ്പുരാൻ്റെ സ്പർശം നമ്മളെ വിശുദ്ധീകരിക്കട്ടെ. ഏവർക്കും നന്ദി. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം. മുഖരാ